അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ശബ്ദങ്ങൾ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ശബ്ദങ്ങൾ ഏതൊക്കെ? കേട്ടോ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 3 ശബ്ദം റബ്ബിന് ഇഷ്ടപ്പെട്ടതാ സുഹൃത്തുക്കളെ, അവ താഴെ ഞാൻ കുറിക്കുന്നതാ. ഖുർആന്റെ ശബ്ദം തന്നെയാണതിലൊന്ന്, ദീക്കിന്റെ ശബ്ദവും അറിയണേ 2. 3 ഇസ്തിഗ്ഫാർ ഫിൽ അസ്ഹാരി, മിസ്ബാഹ് 1 ഉണ്ട് അൻ മുഖ്താരി. ഏതൊക്കെയാണ് 3 ശബ്ദങ്ങൾ? 1 ഖുർആൻ ഓതലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. അപ്പൊ ഖുർആൻ അല്പം ശബ്ദത്തിൽ ഓതണമെന്നർത്ഥം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ശബ്ദത്തിൽ ഓതണം, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കത്തക്ക വിധത്തിൽ ഓതണം. സഹോദരിമാർ ഓതുമ്പോ തീരെ പതുക്കെ ഓതാൻ പാടില്ല, ഖുർആൻ ഓതണം. അങ്ങനെ ഓതിയെങ്കിൽ മാത്രം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. കാരണം റബ്ബിന് ആ ശബ്ദം വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പ്രീതി നമ്മൾ കരഗതമാക്കണ്ടേ. വെറുതെ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. 2 ദീക്കിന്റെ ശബ്ദമാണ്, കോഴിയുടെ ശബ്ദം. നമ്മൾ മുമ്പ് കോഴി വളർത്തുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂവൻകോഴി, അതിന്റെ ശബ്ദം വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്. പൂവൻ കോഴി, നല്ല വെള്ള പൂവൻ കോഴിയുടേതാകുന്ന ശബ്ദം, അതിന്റെ സമയത്ത് മലക്കുകളെ കണ്ടിട്ടാണ് അവർ ശബ്ദമിടുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടതിന്റെ ശ്രേഷ്ഠത പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാകുന്ന വസ്തുവാണ് പൂവൻ കോഴി. നല്ല വെള്ള ഒരെണ്ണം ഉണ്ടാകും. ഇനി വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിന്റെ ശബ്ദം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. കാരണം ആ സമയത്ത് മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടിട്ടാണ് അതിങ്ങനെ കൂവുന്നത്. ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. 3 ഇസ്തിഗ്ഫാർ ഫിൽ അസ്ഹാരി, അത്താഴ സമയം. ചില സ്ഥലങ്ങളിൽ ഇടയത്താഴം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രാവിലെ സുബൈക്ക് തൊട്ട് മുമ്പുള്ള സമയം നടത്തും. ഒരു 3 മണി 4 മണി സമയമാകുമ്പോൾ എഴുന്നേറ്റ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത്താഴം കഴിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ സമയത്ത് അത്താഴം കഴിക്കൽ സുന്നത്താണ്. അതല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് സുബഹി വരെ ഖുർആൻ ഓതുകയും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിലുമായി കഴിഞ്ഞുകൂടുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. റബ്ബിന് വലിയ ഇഷ്ടമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ റബ്ബിന് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. 1 ഖുർആൻ ഓതൽ, 2 പൂവൻ കോഴിയുടേതാകുന്ന ശബ്ദം, 3 അത്താഴ സമയത്ത് ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ടുള്ള ഇസ്തിഗ്ഫാർ, പാപമോചനം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 3 ശബ്ദം റബ്ബിന് ഇഷ്ടപ്പെട്ടതാ സുഹൃത്തുക്കളെ, അവ താഴെ ഞാൻ കുറിക്കുന്നതാ. ഖുർആന്റെ ശബ്ദം തന്നെയാണതിലൊന്ന്, ദീക്കിന്റെ ശബ്ദവും അറിയണേ 2. 3 ഇസ്തിഗ്ഫാർ ഫിൽ അസ്ഹാരി, മിസ്ബാഹ് 1 ഉണ്ട് അൻ മുഖ്താരി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ 1-മത്തത് തന്നെ ചർച്ച ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട്, നമ്മളിൽ എത്ര പേര് ഖുർആൻ വൃത്തിയായി ഓതുന്നവരുണ്ട്? ഖുർആൻ ഓതുന്നത് വലിയ ശ്രേഷ്ഠതയല്ലേ? അള്ളാഹുവിന്റെ കലാമല്ലേ? എത്ര ആളുകൾ നല്ലതുപോലെ ഓതുന്നവരുണ്ട്, പാരായണം ചെയ്യുന്നവരുണ്ട്, ഖത്മ് തീർക്കുന്നവരുണ്ട്. ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അതിനുള്ള പേരായി മുസഹഫ് എന്ന് വിളിച്ചതാ, 1-ാം ഖലീഫ തന്നെ പേരതിനിട്ടതാ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മുസഹഫ് എന്ന് അതിന് നാമകരണം ചെയ്തത്.
അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് വെച്ചത് ആരാൻ? ബഹുമാനപ്പെട്ടതാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് ആ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താം ഇൻഷാ അല്ലാഹ്. മുസ്ഹഫ് മുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. അമുസ്ലിമിന്റെ കൈവശം മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. അമുസ്ലിമായ വ്യക്തിയുടെ കൈവശം ഖുർആൻ കൊടുക്കാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം കാണാം. അദ്ദേഹം ഇസ്ലാം മതം പുൽകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ അദ്ദേഹത്തെ പറഞ്ഞയച്ച സന്ദർഭം, അദ്ദേഹം അതിനുവേണ്ടി കുതിരപ്പുറത്ത് കയറി ഊരിപ്പിടിച്ച വാളുമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പെങ്ങള് ഫാത്തിമ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, അവരുടെ ഭർത്താവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, മുഹമ്മദിന്റെ അനുയായികളായിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ആരെയാ നന്നാക്കാൻ പോകുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആദ്യം തുടങ്ങി. അപ്പൊ ദേഷ്യം വന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം ഇസ്ലാം മതം പുൽകിയിട്ടില്ല, ശേഷം ഇസ്ലാം മതം പുൽകുന്ന സന്ദർഭമാണ് പറയുന്നത്. നേരെ പോകുന്നു, വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ വീടിന്റെ അകത്തളത്തിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അദ്ദേഹം അകത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഇവിടെ പാരായണം ചെയ്തത്? ഖുർആനാണ്, അതിന്റെ പ്രതി കോപ്പി എനിക്ക് തരാൻ പറഞ്ഞു. കൊടുക്കുന്നില്ല. അവസാനം അവരെ അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു. പെങ്ങളെയും അളിയനെയും ഒക്കെ വല്ലാതെ ഉപദ്രവിച്ചതായി കാണാം. അവസാനം എല്ലാം കെട്ടടങ്ങി ശാന്തമായതിനു ശേഷം അദ്ദേഹത്തോട് പെങ്ങള് തന്നെ പറയുന്നു, നിങ്ങൾ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വരിൻ, ഖുർആനിൻ്റെതാകുന്ന ഈ വാക്യങ്ങൾ 7 നിങ്ങളുടെ കൈവശം തരാം. അങ്ങനെ അദ്ദേഹം കുളിച്ച് കയറി വന്നിട്ട് വായിക്കുമ്പോഴാണ് സൂറത്തു ത്വാഹയിലെ പരിശുദ്ധമായ വചനങ്ങളാണ് അദ്ദേഹത്തെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്, ഹൃദയം ശുദ്ധീകരണം നടത്തിയത്. ആരെ? രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലാക്കണം. അപ്പം അമുസ്ലിമായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിന്റെ കൈവശം കൊടുത്തിരുന്നില്ല എന്നാണ്. അത് ഹൈക്കലായാൽ തന്നെയും ശരിയല്ല, ബഹുമാനവർ കൊണ്ടെങ്കിലും പാടില്ല. എഴുതല്ലേ ഖുർആൻ നജസ് കൊണ്ട് നീ തീരെയും പൊറുക്കപ്പെടും, നജസാണതെന്നാൽ തന്നെയും. ഖുർആൻ നജസ് കൊണ്ട് തീരെ എഴുതാൻ പാടില്ല. എന്തെങ്കിലും ചാണകം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടോ ഒക്കെ ഖുർആൻ എഴുതാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. എന്തിനാ അത് പറയുന്നത്? മസല പറയുമ്പോ എല്ലാം പറയുള്ളൂ. അതിനാണ് അനറബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫതുഹുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു. ഖുർആൻ അറബിയല്ലാത്ത മറ്റുള്ള ഭാഷയിൽ എഴുതുക പാടില്ല എന്ന് ഫതുഹുൽ മുഈനിൽ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ശാഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥമാണ്, അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അനറബി ഭാഷകൾ, അറബിയല്ലാത്ത മറ്റുള്ള ഭാഷകൾ ഏതുമായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ ഏതുമായിക്കോട്ടെ, എഴുതാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ചില ആളുകൾ ആയത്ത് എഴുതുമ്പോഴത്തേക്കും മലയാളത്തിൽ എഴുതി വെക്കും. അതൊക്കെ ഭയങ്കര അർത്ഥവ്യത്യാസം ഉണ്ടാക്കും. ഒരുപാട് അർത്ഥങ്ങൾ വ്യത്യാസം ഉണ്ടാവും. കാരണം ചില അക്ഷരങ്ങൾ അറബിയിൽ തന്നെ എഴുതിയെങ്കിൽ മാത്രമേ അതിന് ഉച്ചാരണം കറക്റ്റ് ആവുള്ളൂ. മലയാളത്തിൽ എഴുതിയാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഉച്ചരിക്കുമ്പോൾ അർത്ഥം വളരെയേറെ വ്യത്യാസമാവും, നേരെ തിരിഞ്ഞു വരും അർത്ഥം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുസ്ഹഫ് വരുന്നത് കണ്ട് നീ എഴുന്നേൽക്കണേ, തൗറാത്തു കണ്ടെഴുന്നേറ്റു നബി എന്നോർക്കണേ. ഒരാള് മുസ്ഹഫ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടാല് നമ്മൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്.
മനസ്സിലാക്കണം നമ്മൾ. എന്തുകൊണ്ട്? മുൻഗാമികളിൽപ്പെട്ട പ്രവാചകനാണല്ലോ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് നൽകപ്പെട്ടതാകുന്ന തൗറാത്ത് കൊണ്ടുവരുന്നത് കണ്ടിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. മനസ്സിലാക്കണം. അപ്പൊ പിന്നെ ഖുർആന്റെ മഹത്വം എത്രയാണ്? ഇന്നത്തെ നമുക്ക് ആകെയുള്ള ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം, മറ്റുള്ള ഗ്രന്ഥങ്ങൾ തൗറാത്തും ഇഞ്ചീലും സബൂറും എല്ലാം മൻസൂഖാക്കപ്പെട്ടു പോയി. അതൊന്നും ഇന്നില്ല. ഇനി കാലാകാലമുള്ളതാകുന്ന ഗ്രന്ഥം വിശുദ്ധമായ ഖുർആനാണ്. എത്രത്തോളം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവസാന നാളുകളിലാകുമ്പോ അവിടുന്ന് ദമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കിന്റെ ചിറകിൻ കീഴിലായിട്ട് ഇറങ്ങി വന്ന് ഇസ്ലാമികമായ ദഅവത്ത് നടത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കടന്നു വരുന്നതാകുന്ന ഈസാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരെ കടന്നു വന്നതിന് ശേഷം ധാരാളം സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കും. അദ്ദേഹം ഏത് ശരീഅത്തനുസരിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഫതാവൽ കുബ്രയിൽ കാണാം. അദ്ദേഹം കൊടുത്ത മറുപടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തനുസരിച്ചായിരിക്കും, അഥവാ ഖുർആനിന്റെ വിധികൽപ്പനകൾ മാനിച്ചായിരിക്കും ഇനി അദ്ദേഹം ഇവിടെ ദഅവത്ത് നടത്തുക. ആരാ ഈസാ നബി അലൈഹിസ്സലാം? അദ്ദേഹത്തിനൊരു ഗ്രന്ഥം നൽകപ്പെട്ടതാണ്. ഇഞ്ചീൽ എന്ന ഗ്രന്ഥം നൽകപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു അദ്ദേഹത്തെ. ഇനി അദ്ദേഹം കടന്നു വരുമ്പോ, ഇനി ഇറങ്ങി വരുമ്പോ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം ഇനി ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ നടത്തുക ഖുർആൻ അനുസരിച്ചിട്ടുള്ളതാകുന്ന മതപ്രബോധനമായിരിക്കും. അഥവാ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അവസാന കാലഘട്ടം വരെ ഇനി നമുക്കുള്ള ഗ്രന്ഥം ഈ ഖുർആനാണ്. മനസ്സിലാക്കണം. മുസഹഫ് അങ്ങനെ വേണം. മുസഹഫ് അതുകൊണ്ട് തന്നെ മുസഹഫ് പിടിക്കുന്നത് തന്നെ വളരെ അദബോടുകൂടി ഭവ്യതയോടുകൂടി മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വേണം മുസഹഫ് എപ്പോഴും പിടിക്കാൻ. എപ്പോഴും ഒരിക്കലും താഴ്ത്തി ഇടാൻ പാടില്ല. അരയ്ക്ക് താഴോട്ട് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. പല ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും ഒക്കെ അശ്രദ്ധരായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ സാധാരണ ഒരു ബുക്കായിട്ട് ഖുർആനിനെ കാണരുത്. അതിനൊരു ചെറിയ ഒരു പേപ്പർ പോലെ എവിടെയെങ്കിലും കീറി കിടക്കുകയാണെങ്കിൽ അത് എടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ചെളിയിൽ കിടന്നതാകുന്ന കേവലം ഒരു ബിസ്മിയുടേതാകുന്ന ഭാഗമെടുത്ത് സൂക്ഷിച്ചു വെച്ച് അതിന്റെ അഴുക്ക് മാറ്റിയതിന്റെ പേരിൽ ഒരു വ്യക്തി അള്ളാഹു വിലായത്തിന്റെ മർത്തബയിലേക്ക് വരെ കൊണ്ടുവന്നതായ ചരിത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പാലിച്ചതിന്റെ പേരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തി എന്നർത്ഥം. എപ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹു നന്നാവുക, ഹൃദയം ശുദ്ധീകരണം നടത്തുക എന്ന് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസ്ഹഫിൽ ഇബ്നു ഹജർ പറയുന്ന തന്റെ ഫതാവയിൽ. ചില ആളുകൾ ഇങ്ങനെ പേജ് മറിക്കുമ്പോ നല്ല റാഹത്തുണ്ട്, തുപ്പലെല്ലാം കൂടി തേച്ചിട്ട് മുസ്ഹഫിനകത്തോട്ട്. പിന്നെ അടുത്തയാൾ ഓതാനിരിക്കുമ്പോഴത്തേക്കും അവൻ അത്തർ മൂക്കിൽ അടിച്ചിട്ട് വേണം ഇരിക്കാൻ. കാരണം മുഴുവൻ തുപ്പലിന്റെ നാറ്റാണ്. തുപ്പൽ വെച്ചിട്ട് ഇങ്ങനെ പേജ് മറിക്കുന്ന ഒരു പരിപാടി. പഴയ ആൾക്കാർക്കാണ് അത് കൂടുതൽ. എന്നാൽ അത് കണ്ടിട്ട് ചിലർ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരുണ്ട്. തുപ്പൽ വെച്ചിട്ട് അത് നിന്റെ പുസ്തകം മറിച്ചോ, അല്ലാത്ത ഖുർആൻ അല്ലാത്ത അങ്ങനെ വെക്കണ്ട. പുസ്തകം എന്നല്ല, ഒന്നും അതൊന്നും ഗുണമില്ല. ഒരല്പം വെള്ളം കൊണ്ടുവന്ന് വെച്ചോ, നിങ്ങൾക്ക് ഇനി അങ്ങനെ വല്ല നിർബന്ധം ഉണ്ടവർ. എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെയൊക്കെ മുസാഫ് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ തന്നെ. മുമ്പുള്ള ആളുകൾ മുസാഫ് മറിക്കുന്നത് അറിയില്ലായിരുന്നു എന്നാണ്. വളരെ സൂക്ഷ്മതയാണ് മഹാന്മാരൊക്കെ, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. നമുക്കങ്ങനെ വരണം. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളെ ചേർക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ളതായി പറയുന്നത് കേട്ടോ. ഓതാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, മണവസ്തു പൂശിയിരിക്കലും പതിവാക്ക്. ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നാൽ നല്ല പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് വേണം, റാഹത്തായിട്ടിരിക്കാൻ. മിസ്വാക്ക് ചെയ്തിട്ട് വേണം ഇരിക്കാൻ. അത് പ്രത്യേക സുന്നത്താണ്. മാത്രമല്ല അത്തർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ ഇല്ലാത്ത നല്ല അത്തർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂശിയിട്ടൊക്കെ ഇരിക്കാം, നല്ല മണവസ്തുവൊക്കെ. കാരണം മലക്കുകളുടെ സാന്നിധ്യം ഉറപ്പാണ് ഖുർആൻ ഓതുന്നിടത്ത്. അതുകൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ.
ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുകയാണ്. പാതിരാത്രി സമയമാണ്, ലോകം മുഴുവനും ഉറക്കിലേക്ക് പോയിരിക്കുന്ന വേളയാണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ഖുർആൻ ഖത്മ തീർത്തുകൊണ്ട് നിലകൊള്ളവേ തൊട്ടടുത്തുള്ളതാകുന്ന കുതിരയുടെ ആലയത്തിൽ നിന്ന് തന്റെ കുതിര വല്ലാതെ കാലുയർത്തിക്കൊണ്ട് ശബ്ദിക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ടവരെ കാണുകയാണ്. ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ഓതൽ നിർത്തിക്കൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ കുതിര ശാന്തമായി നിലകൊള്ളുകയാണ്. അത് അനക്കമടങ്ങിക്കൊണ്ട് നിലകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും തിരിച്ചു ചെല്ലുന്നു, ഖുർആൻ എടുക്കുന്നു, ഓതുന്നു. പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതാ കുതിര അതിന്റെ ശാലയിൽ കിടന്നുകൊണ്ട് കാല് ഉയർത്തിയിട്ട് അതിശക്തമായി ശബ്ദിക്കുകയാണ്, ശബ്ദമുയർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു 2-3 പ്രാവശ്യം ഇതേ നിലയിൽ തന്നെ തുടരുകയാണ്. ഓതൽ നിർത്തിക്കൊണ്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലും. എന്താണെന്ന് നോക്കിയിട്ട് അതിനെ ആശ്വസിപ്പിക്കുമ്പോൾ അതിൽ ആശ്വാസം നൽകിയിട്ട് കാലുകൾ താഴ്ത്തിയിട്ട് റാഹത്തായി കിടക്കും. വീണ്ടും ബഹുമാനപ്പെട്ടവർ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോ കുതിരയതാ കാലുകൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ഒച്ചയിടുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു 4ാമത്തെ പ്രാവശ്യം അവിടേക്ക് നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന യഹ്യ എന്ന പൊന്നുമോൻ ആലയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്, കുതിരയുടെ ആലയത്തിനടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കുതിര 2 കാലുകൾ ഉയർത്തി നിൽക്കുമ്പോൾ തന്നെ പൊന്നുമോൻ അതിന്റെ കാലിന്റെ ചുവട്ടിൽ തന്നെയുണ്ട്. ഈ കാലിന്റെ കുളമ്പടി അങ്ങാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വന്ന് തട്ടിയാൽ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖുർആൻ അടച്ചു വെച്ചിട്ട് ഓടിച്ചെന്നുകൊണ്ട് യഹ്യ എന്ന പൊന്നുമോനെ വാരിപ്പുണർന്ന് മാറ്റുമ്പോൾ കുതിര ശാന്തമായി നിലകൊള്ളുകയാണ്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സുബൈ ബാങ്ക് വിളിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ കടന്നു ചെല്ലുകയാണ്. നമസ്കാരം കഴിഞ്ഞ് മുത്തുനബിയുടെ അടുക്കലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നലത്തെ രാത്രിയിൽ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വല്ലാത്തൊരു സംഭവം ഉണ്ടായി റസൂലേ. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഞാൻ നിലകൊള്ളുമ്പോ ഖത്മ തീർത്തുകൊണ്ട് ഞാൻ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തു മുന്നോട്ട് ഓരോ പേജുകൾ മറിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കുതിര അതിന്റെ ആലയിൽ കിടന്നുകൊണ്ട് വല്ലാതെ കരയുന്നതായിട്ട് ശബ്ദമുണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ചെന്ന് നോക്കുമ്പോൾ 2 കാലുകൾ ഉയർത്തിക്കൊണ്ട് നിലകൊള്ളുകയാണ്. വീണ്ടും താഴ്ത്തും വീണ്ടും ഉയർത്തും, അങ്ങനെ ചാടി വല്ലാതെ അട്ടഹസിച്ചുകൊണ്ട് നിലകൊള്ളുന്ന കുതിര പല പ്രാവശ്യമായി അവസാനം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അപകടത്തിൽ പെടുമോ എന്ന് മനസ്സിലാക്കി ഓടിച്ചെന്നുകൊണ്ട് ഞാൻ ഖുർആൻ മടക്കി വെച്ചിട്ട് ചെന്നപ്പോൾ ആ കുതിര ശാന്തമായി നിലകൊള്ളുകയും ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉസൈദേ, തിൽക സകീനതു തനസ്സലത് ബിൽ മലായിക, അതാണ് സകീനത്തിന്റെ മലക്കുകൾ വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുകയാണ്. ബിഖറാഅതികൽ ഖുർആൻ, നിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കാരണമായിട്ട് വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ഇറങ്ങുന്നതായിട്ട് കണ്ടതാണ് ആ കുതിര. അത് കാരണമായിട്ടാണ് കുതിര അത് വല്ലാതെ ശബ്ദിച്ചത്, വല്ലാതെ ഓരിയിട്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ സദാസമയം മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഏത് മലക്കെന്നറിയുമോ? വാനലോകത്ത് എന്ന കാരുണ്യത്തോടുകൂടി വർഷിക്കുന്നതാകുന്ന മലക്കുകൾ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മളിലേക്ക് ഇറക്കുന്നതാകുന്ന സമുന്നതരായ മലക്കുകൾ, ആ മലക്കുകളുടേതാകുന്ന കാരുണ്യത്തിന്റെ വർഷം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകണമോ? നിന്റെ രാത്രി ജീവിതം തീർച്ചയായിട്ടും ജീവസുദ്ധതാക്കിയെടുക്കൽ നിർബന്ധമാണ്. ഖുർആൻ പാരായണം ചെയ്യൽ നിർബന്ധമാണ്. ഖുർആൻ ഖത്മ തീർക്കൽ നിർബന്ധമാണ്. അങ്ങനെ ഖുർആൻ ഖത്മ തീർത്ത എത്രയെത്ര മഹാന്മാരുണ്ടായിട്ടുണ്ട്. മൻ ഖതമൽ ഖുർആൻ
ഖുർആന ഫലഹു ദഅവത്തുൻ മുസ്തജാബ ശഫീഉനാ റസൂലുള്ളാഹി. ആരെങ്കിലും ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ പൂർത്തീകരിച്ച് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ആരെങ്കിലും ചെയ്താൽ, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണല്ലോ ഖുർആൻ പാരായണം ചെയ്യൽ. പാതിരാത്രി സമയം ഉറക്കമൊഴിച്ചിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന സഹോദരാ സഹോദരി, പകലിൻ്റെതാകുന്ന സമയത്താകട്ടെ രാത്രിയിലാകട്ടെ, നീ ഖുർആൻ ഖത്മ തീർത്താൽ ഫലഹു ദഅവത്തും മുസ്തജാബ, ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന അവനുണ്ട് കേട്ടോ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നീ എന്ത് ചോദിച്ചാലും റബ്ബ് നൽകും, ഉറപ്പാണ് ഉറപ്പാണ്. ആ സമയത്ത് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അല്ലാഹു തട്ടൂല തട്ടൂല. തീർന്നല്ല റസൂലുള്ള വീണ്ടും പറയുകയാണ്, من ختم القرآن نهارا غفر له ذلك اليوم. ആരെങ്കിലും പകലിൽ ഖത്മ തീർത്താൽ ആ പകലിൽ അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുന്നതാണ്. വമൻ ഖതമഹു, ആരെങ്കിലും ഖുർആൻ ഖത്മ ചെയ്തോ ലൈലൻ, പാതിരാത്രി സമയത്താണ് രാത്രി സമയത്താണ് ഖത്മ തീർത്തതെങ്കിൽ ഗുഫിറ ലഹു തിൽക്കൽ ലൈല, ആ രാത്രിയിൽ തന്നെ അല്ലാഹു പാപമോചനം നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഥവാ പകലിന്റെ സമയങ്ങളാകട്ടെ രാത്രിയുടെ യാമങ്ങളാകട്ടെ, ഏത് സമയത്തും നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ മുഖമുദ്രയായിട്ട് നീ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പാരായണമാണ്. കാരണം നീ പാട്ട് പാടുന്നതിനേക്കാൾ, നീ സിനിമാ ഗാനങ്ങൾ പാടുന്നതിനേക്കാൾ, നീ മാപ്പിളപ്പാട്ട് ആസ്വദിക്കുന്നതിനേക്കാൾ നിന്റെ മക്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുക. ആ മക്കളുടെ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. നിന്റെ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, നീ ഒന്ന് പാരായണം ചെയ്യണേ, ഞാനൊന്ന് കേൾക്കട്ടെ, നിന്റെ പാരായണം ഞാനൊന്ന് ആസ്വദിക്കട്ടെ. ആരാണ് പറയുന്നത്? ഏറ്റവും വലിയ ഖാരിആയ, ഏറ്റവും നല്ലതുപോലെ പാരായണം ചെയ്യുന്ന, ശ്രവണസുന്ദരമാകുന്ന പാരായണത്തിന്റെ വ്യക്തിത്വമാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ കർണാനന്തരമാകുന്ന ഖുർആനിക വചനം ഒന്ന് കേൾക്കണേ, നല്ലതുപോലെ ഒന്ന് പാരായണം ചെയ്യണേ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ വിനയത്തിന്റെ ഭാഷയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുർആൻ ഇറക്കപ്പെട്ടത് തങ്ങൾക്കല്ലയോ? ഞാൻ തങ്ങൾക്ക് എങ്ങനെയാണ് ഓതിത്തരുക? എന്തിനാണ് എന്നെ കൊണ്ട് ഓദിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് വൃത്തിയായതൊന്ന് ഓതി കേൾക്കുന്നതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവസാനം റസൂലുള്ളാഹിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നല്ല ശബ്ദത്തിന്റെ ഉടമയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അല്ലാഹു അവരുടെ ശബ്ദങ്ങളൊക്കെ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരോതിയതുപോലെ ഖുർആൻ പകലും രാത്രിയിലും ഓതി തീർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സൂറത്തുൻ നിസാ പാരായണം ചെയ്തു അത്രേ. 41-ാമത്തെ ആയത്തങ്ങോട്ട് കടന്നു വന്നപ്പോ വല്ലാത്തൊരു കരച്ചിലിന്റെ ശബ്ദം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആ ആയത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. ഏതാണ് ആയത്തെന്നറിയുമോ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജ്നാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമുദായവും നാളെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കടന്നു വരുന്നതിലൂടെ, മൂന്നാമത്തെ ഊത്ത് കടന്നു വരുന്നതിലൂടെ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് കടന്നു വരുകയാണ്. എല്ലാ സമുദായവും കടന്നു വരും. അതത് പ്രവാചകന്മാരുടെ പിന്നിലായിട്ട് അണിനിരന്നുകൊണ്ട് കടന്നു വരും. ക്യാപ്റ്റന്മാരായി ഓരോ പ്രവാചകന്മാരും അതത് സമുദായത്തിന്റെ സാക്ഷിപത്രമായിട്ട് നബിയേ തങ്ങളും കടന്നു വരും. ഈ സമുദായത്തിന്റെ മുന്നിൽ സാക്ഷിയായിട്ട് തങ്ങളും ഉണ്ടാകും. ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഈ കൂട്ടർക്ക് സാക്ഷിപത്രമായിട്ട് തങ്ങൾ അവിടെ കടന്നു വരുമ്പോഴുള്ള അവസ്ഥ നബിയേ തങ്ങളൊന്ന് ചിന്തിക്കണേ എന്നർത്ഥം വരുന്ന ആയത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കരച്ചിലടക്കാൻ പറ്റുന്നില്ല.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ രീതിയിൽ ഖുർആൻ നല്ലതുപോലെ കേൾക്കാൻ, മറ്റൊരാൾ ഓതി കേൾക്കാൻ വേണ്ടി പരിശ്രമിച്ച, ഓതുന്നതിന് താല്പര്യം കാണിച്ച, ഖുർആൻ ഖത്മ തീർക്കണേ എന്ന് സ്വഹാബത്തിനോട് വ്യക്തമായി പറഞ്ഞ, അതിലൊരു ആയത്ത് തന്നെ ഓതിയാൽ വല്ല ഒരക്ഷരം തന്നെ നിങ്ങൾ ഉച്ചരിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10 നന്മയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലല്ലേ വ്യക്തമായി പറഞ്ഞത്. ഒരക്ഷരം ഉച്ചരിച്ചാൽ തന്നെ 10 നന്മ. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫൻ വലാകിൻ അലിഫ് ഹർഫൻ വലാമുൻ ഹർഫൻ വമീമുൻ ഹർഫൻ. ഞാൻ ഒരിക്കലും പറയില്ല അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്ന് പറയില്ല. മറിച്ച് അലിഫ് എന്നുള്ളത് ഒരു ഹർഫാണ്, ലാം എന്നുള്ളത് മറ്റൊരു ഹർഫാണ്, മീം എന്നുള്ളത് മൂന്നാമത്തെ മറ്റൊരു ഹർഫാണ്. ഓരോ ഹർഫ് ഉച്ചരിക്കുന്നതിനും 10 നന്മകൾ വീതം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ലോകത്ത് ഇതുപോലെ ഒരു ഗ്രന്ഥമുണ്ടോ മുഅ്മിനീങ്ങളെ? ഓതിയാൽ കൂലി ലഭിക്കുമെന്ന് മാത്രമല്ല, നോക്കിയിരുന്നാൽ തന്നെ പ്രതിഫലം ലഭിക്കും. കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാകും, കണ്ണ് തെളിയും, ഹൃദയം തെളിയും, എല്ലാ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നന്നാവും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ഓതൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ശബ്ദം അത് ഖുർആനാണ്, ഖുർആനാണ്, ഖുർആനാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ശബ്ദം. നമ്മൾ മനസ്സിലാക്കണം. കിബിലായ്ക്ക് നേരെ ഇരിക്കലും വേണ്ടുന്നതാ, ചാരാതെ നേരെ ഇരുന്നു തന്നോതേണ്ടതാ. ഖുർആൻ ഓതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മിസ്വാക്ക് വേണം, പല്ല് തേക്കണം. ചാരാതെ നേരെ തന്നെ ഇരുന്ന് വൃത്തിയായിട്ട് ഓതണം. അല്ലാതെ ചാരിക്കടന്ന് ചാരികസേരെ കിടന്ന് ഓതിയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ 50 ഹത്തം തീർത്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. റബ്ബിന്റെ കലാമാണ് ഓതുന്നത്, അത് വേണം. മുസ്ഹഫ് ഉയർത്തി തന്നെ വെച്ചോതേണ്ടതാ, അത് മടിയിലായാൽ തന്നെയും മതിയായതാ. മുസ്ഹഫ് എപ്പോഴും ഉയർത്തി വെച്ചിട്ട് വേണം ഓതാൻ. എപ്പോഴും കൈക്ക് പിടിച്ച് ഓതുന്നതാണ് നല്ലത്. മടിയിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഉയർത്തി വെക്കലാണ് നല്ലത്. നീ വൃത്തിയുള്ള സ്ഥലത്തിരുന്നോതേണ്ടതാ, അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ. നല്ല വൃത്തിയുള്ള സ്ഥലത്തിരുന്നിട്ട് ഓതണം. പള്ളിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അല്ലാത്ത പള്ളിയിൽ കയറുന്നത് തന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ്. കാരം കഴിഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങി ഓടുകയും ചെയ്യും. പിന്നെ എങ്ങനെ ഓതാനാ? എവിടെയോ സമയമുള്ളത്? പള്ളിയിൽ ആരെങ്കിലും വന്നിട്ട് വേണ്ടേ? ജുമായൊക്കെ തുടങ്ങിയെങ്കിലും പള്ളിയിൽ വരാൻ ഇപ്പൊ താല്പര്യമില്ല. ഓ എന്തിനാ ഉസ്താദേ, ഞങ്ങൾ നേരത്തെ മുതൽ 2 റക്അത്ത് വീട്ടിൽ നിസ്കരിച്ച് അല്ലെങ്കിൽ 4 റക്അത്ത് ളുഹർ നിസ്കരിച്ച് ശീലിച്ചു പോയി. കോവിഡിന്റെ തുടക്ക സമയത്ത് ഇനിയിപ്പോ ഞങ്ങൾ വരുന്നൊന്നുമില്ല. തറക്ക സലാസ ജുമഇൻ, ആരെങ്കിലും 3 ജുമഅ ഉപേക്ഷിച്ചാൽ, ബിഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ ഉപേക്ഷിച്ചാൽ, തബഅല്ലാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കും. അല്ലാഹു ആക്കട്ടെ. ഒരുപക്ഷേ കുഫ്രിയത്തിന്റെ സീലാകാം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ജുമഅ ഒന്നും മുടക്കി കളയരുത് അനാവശ്യമായിട്ട്. വളരെ ശ്രദ്ധിച്ചോണം. ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടതാ, ആവശ്യമെങ്കിൽ ദൂഷ്യമില്ലെന്നുള്ളതാ. ഇടയ്ക്ക് വർത്തമാനം പറയാൻ പാടില്ല. ഖുർആൻ ഓതുമ്പോ അങ്ങനെ വേണം. കാരണം അള്ളാഹുവിന്റെ കലാമാണ് ഇത്. യാസീൻ അൽ ഖുർആനിൽ ഹക്കീം. അസ്സലാമു അലൈക്കും, സുഖന്നല്ലേ ആജിയാരെ? റാഹത്തല്ലേ ആജിയാരെ? പോന്നു ഇന്നക്കലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. ചായ ഒന്നുമില്ലല്ലോ, ചായ ഉണ്ട്. ഇങ്ങനെ ഓതാൻ പാടില്ല. അത് അദബ് കേടാണ്. വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, അത് ഓതിയതല്ല. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാവലാക്കട്ടെ. ഖുർആനിനോടൊരു ബഹുമാനം കാണിക്കണം. അതിനുവേണ്ടി നിന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ടേ ബാക്കി പാടുള്ളൂ. അത് ദിക്റും അങ്ങനെ തന്നെയാണ്. നമ്മൾ ദിക്റ് ചെല്ലുന്നതിന് ഇടയ്ക്കുള്ള ഒരു സംസാരം പാടില്ല എന്നുള്ളതാണ്. കാരണം അതിലേക്ക് പരിപൂർണമായിട്ട് ശ്രദ്ധ ചെലുത്തണം. പിന്നെ ആ ദിക്റിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അത് ഗുണം ചെയ്യും. അതിന്റെ ശ്രേഷ്ഠത വിവരിക്കുക. അത് ചെല്ലുന്നതിനെ ജനങ്ങളെ ഒന്ന് തമ്പീഹാക്കുക, ഉണർത്തുക. ഒന്നിച്ചിരുന്നുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ ഒരു അമീർ എന്ന നിലയിൽ ഒന്ന് ഉണർത്തി കൊടുക്കുക. അതൊക്കെ പറ്റും.
അല്ലെങ്കിൽ ആയത്ത് ഓതി വെച്ചിട്ട് അതിന്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഒരു തഹരീർ കൊടുക്കുക, ഒരു പ്രേരണ കൊടുക്കുക, അതൊക്കെ അനുവദനീയമാണ്. അല്ലാതെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വെച്ചുകൊണ്ട് മറ്റുള്ള സംസാരം, ദുന്യവിയായ സംസാരം പാടില്ല എന്നർത്ഥം. 40 ദിനത്തിൽ 30 തീർക്കേണ്ടതാ, 40 കവിഞ്ഞാൽ യുക്റഹു എന്നുള്ളതാ. 40 ദിവസത്തിൽ ഖുർആൻ 30 തീർക്കണം, അങ്ങനെയാ വേണ്ടത്. 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ കറാഹത്താണ്. നമ്മളെവിടെയാ? നമ്മൾ കഴിഞ്ഞ റമദാനിൽ ഖുർആനൊന്ന് തൊട്ടതാണ്, പിന്നെ അള്ളാഹത്ത് ഇതുവരെ തൊട്ടിട്ടില്ല. അങ്ങനത്തോരോടല്ല ഈ പറയുന്നത്. ഖുർആൻ ഡെയിലി കൈകൊണ്ട് തൊടുന്നവൻ തന്നെ അവരോടായി പറയുന്നത് എല്ലാ ദിവസവും ഒരു ജുസു വെച്ച് ഓതുക. 30 ദിവസം കൊണ്ട് പൂർത്തിയാകും 30 ജുസു. ഇനി അശുദ്ധിയുടെ ഒരു സമയം ഉണ്ടെങ്കിൽ അത് 10 ദിവസം വരെ അങ്ങേയറ്റം കൂട്ടിയാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നാലും തീരും 40 ദിവസം കൊണ്ട്. അതുകൊണ്ടാണ് 40 വെച്ചത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു കബൂലാക്കട്ടെ. ഇമാം അഹ്മദ് റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരൊക്കെ അങ്ങനെയാ പറഞ്ഞത്. അവ ഖുർആൻ ഓതുക, അത് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാകുന്ന അമലാണ്. മുസ്ഹഫ് നീ നോക്കാതോതിയാൽ ഫലം 1000, അത് നോക്കിയോതലിലുണ്ടോ 2000. മുസ്ഹഫ് നോക്കാതോതിയാൽ ഫലം 1000, മുസ്ഹഫ് നോക്കി ഓതിയാൽ ഫലം 2000. മനസ്സിലായി? നോക്കാതെ ഓതിയാൽ ഫലം 1000, നോക്കി ഓതിക്കഴിഞ്ഞാൽ 2000 പ്രതിഫലമുണ്ട്. 2000 പ്രതിഫലം. അതെന്താ കാരണം? ഖുർആൻ നോക്കുന്നു എന്നുള്ളതിന്റെ ഒരു കൂലി കൂടി അവന് കരഗതമാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആളുകൾ, ഞാൻ അതുകൊണ്ട് യാസീൻ ഓതുമ്പോൾ എല്ലാവരും നോക്കണേ എന്ന് പറയുന്നു. ചിലർ കാണാതെ അറിയാമല്ലോ. ഞങ്ങൾ ചില സദസ്സിലൊക്കെ വന്നിരുന്നാലും ചിലർക്ക് അവൻ കാണാതെ അങ്ങ് ഓദിക്കാൻ വലിയ ഇഷ്ടം. അങ്ങനെയല്ല, അടുത്ത് ഖുർആൻ ഉണ്ടെങ്കിൽ പള്ളിയിലാണെങ്കിൽ ആ ഖുർആൻ ഒന്ന് എടുക്ക്. അതുകൊണ്ടല്ല എന്തായാലും എന്റെ കിബിലക്കാരെ ഇരുന്നിട്ട് നോക്കി ഓതൻ, അതിന് കൂലി കൂടുതലാണ്. ഫലം 2000. നോക്കാതെ ഓതിയാൽ ഫലം 1000. മനസ്സിലായിക്കോ? അപ്പൊ ഇത് ഓതുന്നതിന്റെ ചില മര്യാദകളും ചില വിഷയങ്ങളും ഒക്കെ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് എടുത്തു പറഞ്ഞതാണ്. അപ്പൊ 3 ശബ്ദങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്: ഒന്ന് ഖുർആൻ ഓതൽ, രണ്ടാമത്തത് പൂവൻ കോഴിയുടെ ശബ്ദം, ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. മൂന്നാമത്തത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെല്ലുക അത്താഴ സമയം, പാപമോചനത്തിന് അർത്ഥിക്കുക. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് നിയ്യത്തുകളുണ്ട്, നീ സാധൂകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയിട്ടുള്ള വിശുദ്ധമായ ഖുർആനിക സൂക്തങ്ങൾ, അദ്കാറുകൾ, അതിന്റെ എല്ലാം മിസ്ലു സവാബ് സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിനീതന്റെ ഉമ്മ അടക്കം എല്ലാവരുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹവും ഐക്യവും നീ നിലനിർത്തണേ അല്ലാഹ്. മനസ്സമാധാനവും ശാന്തിയും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. സാമ്പത്തികമാകുന്ന ഭദ്രത നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാഹ്. ആലിമീങ്ങളെയും ദീനിന്റെ അധികാരിയും സ്നേഹം വെച്ച് പുലർത്തുന്ന ഈ റൂഹെ ബയാനിലുള്ള മുഴുവൻ കുടുംബാദികളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതിലുള്ള സർവ്വരും, പ്രത്യേകിച്ച് പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, പ്രായം ചെന്ന ഉപ്പമാർ, ഉമ്മമാർ, ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ, ചെറിയ മക്കളടക്കം ഒരുപാട് ഖൈറായ ഉദ്ദേശങ്ങളുണ്ട്. സർവ്വതും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശമനം നൽകണേ അല്ലാഹ്. ശാരീരികമായ സിഹത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബങ്ങൾ തമ്മിൽ സ്നേഹ സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാഹ്. സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ അല്ലാഹ്. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാഹ്. ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹു അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സർവോപരി ഞങ്ങൾക്ക് ഏതെല്ലാം ഖൈറായ കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവിധ ശുറൂർ ഫസാദുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.